ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം സമയം രാത്രി ഒരു 12:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടുത്തെ ഒരു റമദാൻ ഡേ ഒക്കെ തുടങ്ങുന്നത് രാത്രി 12:30 മണിക്കാണ് കേട്ടോ. അപ്പം ഹസ്ബൻഡ് നോമ്പൊക്കെ മുറിച്ചിട്ട് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ജോബിന് പോവും. ഇവിടുത്തെ ഇപ്പം വർക്ക് ഷിഫ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നൈറ്റ് പിന്നെ 1 മണിയൊക്കെ ആയിട്ടേ വരുള്ളൂ. അപ്പോൾ ഒരു 12:30 മണിക്കാണ് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭയങ്കര തണുപ്പാണ് കേട്ടോ. അപ്പം നമുക്ക് എണീക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ പിന്നെ മോളെ ഉറക്കാനും അവൾക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ട് ഞാനങ്ങ് പോകും. പിന്നെ വന്നിട്ട് കുറച്ച് ജോലികളൊക്കെ കാണും കേട്ടോ. അപ്പം ഞാൻ പരിപ്പൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് നാളെ നമ്മൾ പരിപ്പൊടി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്, നോമ്പ് മുറിക്കുമ്പോഴേക്കും. പിന്നെ കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വിനാഗിരിയും ഉപ്പിനകത്തും ഇട്ട് അടച്ചു വെക്കുവാണ് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ ജോലികളൊക്കെ കാണും. അതൊക്കെ ചെയ്തിട്ടിരിക്കുമ്പോഴേക്കും ഹസ്ബൻഡ് എത്തും കേട്ടോ. അപ്പം തണുപ്പായതുകൊണ്ട് തന്നെ അടുക്കളയിൽ കയറാനൊക്കെ കുറച്ച് മടിയാണ്. അപ്പം ഇതൊക്കെ ചെയ്തിട്ടിരുന്നപ്പോഴത്തേക്കും ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നേ. ഇപ്പം ഞാൻ തലേ ദിവസം തന്നെ കുതിർക്കാനായിട്ട് വെക്കും. അപ്പം നന്നായിട്ട് നല്ല ഒരു ടെക്സ്ചറിനകത്ത് നമുക്ക് പിറ്റേ ദിവസം ഈ പരിപ്പ് അരച്ചെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടേ. ഇപ്പം ഹസ്ബൻഡ് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് അത്താഴത്തിന് ചോറും ചൂര പുളിമുളകും ബീൻസ് മെഴുക്കുമാണ് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ പോലെ അത്താഴത്തിന് എണീറ്റ് കഴിക്കുന്ന ഒരു ശീലം ഇവിടെ ഇല്ല. കാരണം ഇവിടെ എല്ലാവരും ഈ ഒരു ടൈമിലൊക്കെയാണ് ജോബ് കഴിഞ്ഞ് വരുന്നത്. അപ്പം നമ്മൾ കഴിച്ചിട്ട് അങ്ങ് കിടക്കത്തേ ഉള്ളൂ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകി വെച്ചത്. അപ്പം നാളെ നമ്മൾ ലേറ്റായിട്ടാണല്ലോ എണീക്കുന്നത്. പിറ്റേ ദിവസം നമ്മൾ ലേറ്റായിട്ട് എണീക്കത്തോളൂ. അതുകൊണ്ട് പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ചു. ഈ ഒരു ജിലേബി ഉണ്ടോ, ഇത് ഇവിടുത്തെ പാകിസ്ഥാനി കടയിൽ കിട്ടുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇതിന് ഭയങ്കര വലിയ സൈസാണ്. സൈസ് മാത്രമല്ല, നമ്മുടെ ജിലേബിയെക്കാളും കുറച്ചും കൂടി ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു തരം ജിലേബിയാണ്. എന്നാൽ ഇതിനകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ഷുഗറിൻ്റെ സിറപ്പും ഉണ്ട്. അപ്പം ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്തെങ്കിലും മധുരം കഴിക്കണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഹസ്ബൻഡും കൂടി നിന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പം എങ്ങനെയായാലും വിചാരിക്കും മധുരമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം അല്ലെങ്കിൽ കുറയ്ക്കണം എന്നൊക്കെ. പക്ഷെ നടക്കാറില്ല കേട്ടോ. മധുരം കഴിക്കുന്നത് കുറയ്ക്കണം അല്ലെങ്കിൽ ഇനി തിന്നരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കുടിയൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഇപ്പം വെള്ളം കുറച്ച് ബോട്ടിനകത്ത് എടുത്ത് വെച്ചിട്ട് അതും കുടിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മോള് ഉറങ്ങിയതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് സമയം ഞങ്ങൾ കഴിച്ച ഉടനെ പിന്നെ കിടക്കാറില്ല. കുറച്ച് അധികം സമയം എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ ഞങ്ങൾ ബ്രഷൊക്കെ ചെയ്തിട്ട് കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പം മോള് നല്ല ഉറക്കമായിട്ടുണ്ട്. അങ്ങനെ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. ഇപ്പം രാത്രി ഇപ്പം വെളുപ്പിനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോഴേക്കും ഹസ്ബൻഡ് പോയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിന് 9:30 ആകുമ്പോഴത്തേനും ഓഫീസിൽ പോകണം. ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ എണീറ്റപ്പോൾ ഒരു 12:30 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മോള് എണീക്കുന്ന സമയത്താണ് ഞാനും എണീക്കുന്നത്. പിന്നെ അവൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശയ്ക്ക് പ്രത്യേകിച്ച് അവൾക്ക് കറിയൊന്നും വേണമെന്നില്ല. ഒറ്റ തവി മാവ് എടുത്തിട്ട് ഒറ്റ ദോശയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് വട്ടത്തിൽ പരത്തി എണ്ണ ഒഴിച്ച് മുരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിക്കൻ കറിയോ അല്ലെങ്കിൽ എഗ് റോസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിലാണ് അവൾ കറി മുക്കി കഴിക്കുന്നത്. അല്ലാത്തപ്പോൾ അങ്ങനെ കറിയുടെ ഒരു ശീലമൊക്കെ ഇല്ല. ദോശയാവുന്നതുകൊണ്ട് അല്ലാതെ കഴിച്ചോളും കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് ദോശയൊക്കെ കൊടുത്തു. ദോശയൊക്കെ കൊടുക്കാൻ ഒരു മണിക്കൂറോളം ഇരിക്കണം കേട്ടോ. ഭയങ്കര സ്ലോ ആണ് കഴിക്കാനായിട്ട്. അങ്ങനെ തലേ ദിവസം ഞാൻ കുതിർക്കാനിട്ട പരിപ്പൊക്കെ ഞാൻ വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വെച്ചു. അതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് സമയമൊക്കെ പിന്നെ അവളുടെ കൂടെയൊക്കെ നിന്നു. ദോശയൊക്കെ കൊടുത്തതിന് ശേഷമാണ് പിന്നെ കിച്ചണിലെ ബാക്കി ജോലികളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ തലേ ദിവസത്തെ ചോറ് ഉള്ള ദിവസം നമ്മൾ ചോറ് വെക്കത്തില്ല പിറ്റേന്ന്. അപ്പം ഇന്ന് ചോറും കറികളൊക്കെ വെക്കണമായിരുന്നു. അപ്പം അത്താഴത്തിന് നമ്മൾ ചോറാണല്ലോ എടുക്കുന്നത്. അങ്ങനെ ഇന്ന് ചോറിന് അരി ഞാൻ കുതിർക്കാനായിട്ട് വെച്ചു കേട്ടോ. കുക്കറിലാണ് ചോറ് വെക്കുന്നത്. പിന്നെ പടവലം വിഴുക്ക് വെക്കാനാണ് വിചാരിച്ചത്. സ്റ്റൗ ഓൺ ആക്കിയപ്പോഴേക്കും ഗ്യാസ് തീർന്നു പോയി. അഡീഷണലായിട്ട് ഇവിടെ ഒരു സിലിണ്ടർ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷേ അത് കണക്ട് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. പിന്നെ ഹസ്ബൻഡ് വന്നാലേ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ വാഷ് ചെയ്ത് വെച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കുളിക്കാനൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഹസ്ബൻഡ് വരാൻ 2 മണിയാവും. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കടയിലും പോകണമായിരുന്നു. അപ്പോൾ എന്തായാലും ആൾ വരാൻ ലേറ്റ് ആവും. അപ്പോഴത്തേനും ഞാൻ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അവളവിടെ നിന്ന് എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് കളിക്കുകയും പാട്ടുപാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഉമ്മി എന്തിനാ ഈ പാത്രം കഴുകുന്നതൊക്കെ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിന് മറുപടിയൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നാണ് കഴുകുന്നത്.
അങ്ങനെ രാവിലത്തെ ആ ഒരു നമ്മുടെ ഡെയിലി ഉള്ള റുട്ടീനിൽ നിന്ന് ചെറിയ വ്യത്യാസം റമദാനിലാകുമ്പോഴത്തേനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു, ഉമ്മി ഞാൻ കളിക്കുന്നതും കൂടി വീഡിയോ എടുക്കണേ എന്ന് പറഞ്ഞിട്ട് അവളുടെ കിച്ചൺ സെറ്റൊക്കെ കാണിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ രാവിലത്തെ റൂമിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, നമ്മൾ എണീറ്റ് കഴിയുമ്പോഴുള്ള. ഇനി അതൊക്കെ ക്ലീൻ ആക്കുവാണ്. അപ്പോൾ തൂത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നമസ്കരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഓടിച്ചൊന്ന് തുടയ്ക്കുക എല്ലാ ദിവസവും. ഇത് നമ്മുടെ പെയിന്റിന്റെ ഡിസൈൻ ആണ് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തപ്പോഴേക്കും എനിക്ക് ഭിത്തി ഇങ്ങനെ പൊട്ടിയിരിക്കുന്നത് പോലെ തോന്നി, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്ത് പറയുന്നത്. അത് പെയിന്റിന്റെ ഡിസൈൻ ആണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഷീറ്റൊക്കെ വിരിച്ചു, എന്നിട്ട് അവൾ ബെഡിനകത്ത് കിടന്ന് ചാടുവാണ് കേട്ടോ. എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ ഷീറ്റ് ക്വാളിറ്റി ഉള്ളതാണെന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു പരിപാടി. അങ്ങനെ ടേബിളും ഷീറ്റും തറയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചു കേട്ടോ. പിന്നെ കഴുകാനുള്ള തുണിയൊക്കെ ഉള്ളതും വാഷിംഗ് മെഷീനകത്ത് ഇട്ടു കേട്ടോ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. തൂക്കലും തുടയ്ക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ. കുറച്ച് സമയം മാത്രമേ ഇത് ഇത്രയും ക്ലീൻ ആയിട്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ. അവൾ കുറച്ച് ബുക്കും കുറച്ച് സ്കെച്ചും ക്രയോൺസും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ വെട്ടി കട്ടറിനകത്തൊക്കെ അതിൻ്റെ ഇതൊക്കെ ഇടുമ്പോഴത്തേനും ഇവിടെ മൊത്തം ഇതാവും. എന്നിട്ട് അവൾ പറഞ്ഞു, ഉമ്മി ഞാൻ ഊഞ്ഞാലാടുന്ന വീഡിയോ എടുക്കണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ശരി ഞാൻ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ. അവളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്, അവൾ കളിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മൊത്തത്തിൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചു. അവൾക്കും ഒന്നും ദേഹമൊക്കെ ഒന്ന് കഴുകി കൊടുത്തു കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. നമസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നമസ്കരിച്ചുകൊണ്ട് ഇന്നിപ്പോൾ തന്നെ ആൾ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് ഗ്യാസൊക്കെ കണക്ട് ചെയ്ത് തന്നു. അപ്പം ഞാൻ ബാക്കി എൻ്റെ ജോലികളൊക്കെ ചെയ്തു കേട്ടോ. കുക്കറിലേക്ക് അരിയും ഇട്ടു. ഒരു സൈഡിൽ പടവലയും വിഴുക്കും വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും ഹസ്ബൻഡ് ചിക്കനും കണവയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണവ ഞാൻ അതേപോലെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ചിക്കൻ കഞ്ഞിക്ക് വേണ്ടിയിട്ട് ഹസ്ബൻഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുൾ ചിക്കനായിട്ടാണല്ലോ വാങ്ങിക്കുന്നത്. കട്ട് ചെയ്ത് തരുന്നത് ഹസ്ബൻഡാണേ. അങ്ങനെ പെട്ടെന്ന് പടവലങ്ങ വിഴുക്ക് ആക്കുന്നുണ്ട്. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പടവലങ്ങയൊക്കെ കുട്ടികൾ സാമ്പാറിനകത്തും തീയലിനകത്തൊന്നും ഇട്ട് കഴിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെയൊന്ന് വിഴുക്കുണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പം അവർ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. അപ്പം മോക്ക് ഞാൻ അങ്ങനെയാണ് കൊടുക്കുന്നത്. അവൾ കഴിക്കുകയും ചെയ്യും കേട്ടോ ഇങ്ങനെ കൊടുക്കുമ്പോഴേക്കും. അങ്ങനെ പിന്നെ പെട്ടെന്ന് ചിക്കൻ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. ഹസ്ബൻഡാണ് കേട്ടോ ചിക്കൻ കഞ്ഞി ഇന്ന് വെക്കാൻ നേറ്റിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. പെട്ടെന്ന് തന്നെ ഞാൻ ഇതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തെടുത്ത് കൊടുത്താൽ മതി, ആൾ പടപടാന്ന് വെച്ചോളും കേട്ടോ. അങ്ങനെ ഇന്ന് ചിക്കൻ കഞ്ഞിയാണ് നമ്മുടെ മെയിനായിട്ട് നമ്മൾ നോമ്പ് മുറിക്കുമ്പോൾ ഇന്ന് കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സൈഡായിട്ട് പരിപ്പ് വടയുണ്ട്, പിന്നെ ഫ്രൂട്ട്സ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ നമ്മളുള്ളൂ. നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ കഞ്ഞി തന്നെ ഞങ്ങൾക്ക് 2-3 ദിവസത്തേന് എടുക്കാനുള്ളത് കാണും കേട്ടോ ഇത്രയും വെക്കുമ്പോൾ തന്നെ. അങ്ങനെ പടപടാന്നുള്ള ചിക്കൻ കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ കാണിക്കുന്ന റെസിപ്പി ഒന്നും പറയാത്തത്. അങ്ങനെ ഹസ്ബൻഡിൻ്റെ ജോലി പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ എൻ്റെ ഊഴമാണ് കേട്ടോ. ഞാൻ പരിപ്പുവടയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോഴേക്കും പരിപ്പ് അരച്ചു, അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് കുറച്ച് സമയത്തേന് ഞാനത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ നമസ്കാരം ഓതലൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് പിന്നെ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴേക്കും ബാങ്ക് വിളിക്കാറൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഹസ്ബൻഡ് വന്നിട്ടാണ് കേട്ടോ പരിപ്പോടെ എണ്ണയിലേക്ക് ഇടുന്നത്. എനിക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റ് കിട്ടാത്തത് കൊണ്ട് ഹസ്ബൻഡാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പോഴേക്കും ഞാൻ ചായയൊക്കെ വെച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തു. പിന്നെ ഒരു വെപ്രാളമാണ് കേട്ടോ. ബാങ്ക് വിളിക്കാറാകുമ്പോഴത്തേനും നമുക്കൊരു ചടപടയെന്നുള്ളൊരു വെപ്രാളമാണ്. നമ്മുടെ നാട്ടിലാണെങ്കിലും അങ്ങനെയാണ് വീട്ടിൽ. അങ്ങനെ പെട്ടെന്ന് തന്നെ ബാങ്കൊക്കെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ഇഫ്താറൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ. ഇനി പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ മെയിൻ കോഴ്സായിട്ട് പിന്നെ ഒന്നും ഇപ്പോൾ രാത്രി കഴിക്കൂല. കാരണം ഇത്രയും കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഫുള്ളാവും. ഇഫ്താറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ അടുക്കളയുടെ അവസ്ഥ ഇതാണ് കേട്ടോ. ഒരുപാട് പാത്രങ്ങൾ കാണും കഴുകാനായിട്ട്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്ന് കഴുകത്തോളെ. അതൊക്കെ കഴിഞ്ഞു പാത്രമൊക്കെ കഴുകി. എന്നിട്ട് ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ട് അപ്പോഴേക്കും ഞാൻ പിന്നെ കുറച്ച് ചിക്കൻ കഞ്ഞി രാത്രി ഉണ്ടായിരുന്നത് കുടിച്ചു. എന്നിട്ട് ഞാൻ മോളെ ഉറക്കാനും നമുക്ക് ഫുഡ് കൊടുക്കാനും ഒക്കെ പോയി. അങ്ങനെ മോൾ ഉറങ്ങി. ഒരു 11:30 ആയപ്പോഴേക്കും മോൾ ഉറങ്ങി കേട്ടോ. ഇനി വീണ്ടും ഹസ്ബൻഡ് വരുന്നത് ഒരു 1 മണിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.